സോറി ബേബി, എനിക്ക് ഈ കല്യാണം നടക്കണം, നടന്നേ പറ്റൂ. അതുവരെ തൽക്കാലം നീ ഇവിടെ കിടക്ക്. അതിനുശേഷം ബാക്കി നമുക്ക് ആലോചിക്കാം. ഇതെങ്ങനെ സംഭവിക്കും? ഈ ജാതകന്റെ കല്യാണം കഴിഞ്ഞതായിട്ടാണല്ലോ കാണുന്നത്. കല്യാണം കഴിഞ്ഞെന്നോ? അതെ മാഡം. ഇതറിഞ്ഞിട്ടും ദാസ് എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്ക് സമ്മതമല്ലായിരുന്നു സാർ. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ ഓടി വന്ന് കല്യാണോട് പറഞ്ഞു. പക്ഷെ അവള് കേട്ടുകേൾവിയോ കെട്ടുകഥകളോ അല്ല, ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. എല്ലാം മനസ്സിലായിട്ടും എന്റെ മോളെന്തൊന്നും മിണ്ടാത്ത. ഓ, ഒരുപക്ഷെ നീ വല്ലാത്ത ഷോക്കിലാവും അല്ലേ? സാരമില്ല, അച്ഛൻ പോയി എല്ലാ കാര്യങ്ങളും അഖില മേഡത്തിനോടും സാറിനോടും പറഞ്ഞിട്ട് വരാം. ഈ കല്യാണം നമുക്ക് ഇവിടെ നിർത്തിവെക്കണം, ഇപ്പൊ തന്നെ. വേണ്ട, ഈ കല്യാണം നടന്നേ പറ്റൂ. ഇത് മുടങ്ങാൻ പാടില്ല. അത് പ്രശ്നമാവും. ഇല്ല മോളെ, ഒരു പ്രശ്നമില്ല. ഇത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ അനുവദിക്കാൻ പാടില്ലാത്തതാ. ഇങ്ങനെ ഒരുത്തനായിട്ടുള്ള കല്യാണം എന്റെ മോൾക്ക് വേണ്ട, സമ്മതിക്കില്ല ഞാൻ. അച്ഛാ, ഈ കല്യാണം നടത്തി തരണമെന്ന് ഞാൻ അഖില മേഡത്തിനോട് വരം ചോദിച്ചതാ. അച്ഛനറിയാലോ, തൃച്ചംബരത്ത് 35 കൊല്ലങ്ങൾക്ക് ശേഷം നടന്ന സത്യപ്രമാണ വ്രതമാ. തന്ന വരം നിറവേറ്റാനായില്ലെങ്കിൽ പിന്നെ അഖില മേഡം ജീവനോടെ ഉണ്ടാവില്ല. അച്ഛൻ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ അഖില മേഡത്തിനോട് പറഞ്ഞ മേഡം ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. പിന്നെ എന്താ ഉണ്ടാവണേന്ന് അറിയാലോ അച്ഛന്. ആ കുടുംബത്തിന് വേണ്ടി ജീവൻ വരെ നൽകാൻ മടിയില്ലാത്ത ദാസിന്റെ മോളാ ഞാൻ. എന്റെ ജീവിതത്തെക്കാൾ വലുതല്ലേ അച്ഛാ മേഡത്തിന്റെ ജീവൻ? അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കാനൊന്നുമില്ല മോളെ. അറിഞ്ഞുകൊണ്ട് നിന്നൊരു കഴുകിന് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ എനിക്ക് വേറെ മകളൊന്നുമില്ല. ഇത് നടക്കില്ല, നടക്കാൻ പാടില്ല. ഞാൻ പോയി പറയും, നീ തടയരുത്. അച്ഛാ പ്ലീസ് അച്ഛാ, അച്ഛന്റെ മോളായി പറയണേ. അഖില മേഡത്തിന്റെ ജീവന് വേണ്ടി ഈ മോൾ അച്ഛനോട് ഇറക്കുകയാ. പ്ലീസ്
അച്ഛൻ ഇത് പറയാൻ പോയാ ഈ 2ാം നിലയിൽ നിന്ന് ചാടി ഞാൻ ജീവൻ കൊടുക്കും. എന്റെ തീരുമാനമാണ്. അച്ഛ, അഖിലാമ്മയുടെ ഇല്ലാത്തൊരു തൃച്ചംബരം അച്ഛന് സങ്കല്പിക്കാൻ പറ്റുമോ? ആ മാഡത്തിന്റെ ജീവനേക്കാൾ വലുതായിട്ട് നമുക്കൊന്നുമില്ല അച്ഛാ. ഈ ഞാൻ പോലും അതിന് താഴെയാണ്, വളരെ വളരെ താഴെ. നീ എന്താ മോളെ ഇങ്ങനെ ആയിപ്പോയെ? ജീവിതം കൊടുത്ത് ഇങ്ങനൊരു ത്യാഗം എന്തിനു വേണ്ടിട്ടാ? അതിന് എനിക്കൊരു ഉത്തരവുള്ള അച്ഛാ. ഈ കല്യാണി ദാസിന്റെ മകളായതുകൊണ്ട് അന്നം നൽകുന്നവർക്ക് ജന്മം കൊടുക്കണം. പകരം കൊടുക്കും നമ്മൾ. എന്താ കൊടുക്കണ്ടേ? അച്ഛൻ പറയ്. സുവർണ, കുറച്ച് വെള്ളം. കുട്ടി എനിക്കോ? ഹലോ കുട്ടി, എനിക്ക്. കല്യാണി ഇവിടെ വരൂ. നിന്റെ ജീവനേക്കാൾ വലുതല്ല കല്യാണി എനിക്കെന്റെ വാക്കും വരവും ഒന്നും. നീ എന്താലോചിച്ച കല്യാണി ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിയുന്നതെങ്കിൽ മരിക്കുന്നത് വരെ എനിക്കിതൊരു തീരാ ശാപമായി തീർന്നേനെ. നീ എന്താ മോളെ അത് ആലോചിക്കാത്തത്? അമ്മേ, അമ്മേ, ഞങ്ങൾ പോയി നോക്കിയപ്പോ മുറി കയ്യും കാലും കെട്ടിയിട്ടിരിക്കുന്നു ഈ കുട്ടീനെ. കെട്ടിയ പെണ്ണിന്റെ വരെ മാനം വിറ്റ് ജീവിക്കുന്നവനാ ഇവൻ. മുംബൈയിലെ 1ാം തരം പെണ്ണ് കച്ചവടക്കാരൻ, പിമ്പ്. ഇവനെ വെറുതെ വിടരുത് മാഡം. വിട്ടാൽ ഇനിയും ഇവൻ പെൺകുട്ടികളെ നശിപ്പിക്കും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വീട്ടിൽ വന്ന് എന്റെ കുഞ്ഞിനോട് നെറുകേട് കാണിച്ചത്? നിനക്ക് ഞാൻ അല്ലെങ്കിൽ വേണ്ട. ആനന്ദ്, അമ്മേ, ഇവനെ അടിച്ച അമ്മയുടെ കൈ നാറും. കൊടുക്കടാ അവന്. ബ്രോ, അവിടെ നിക്ക്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. പ്ലീസ് ഒരു ചാൻസ്. വാ സുബണ്ണ.
ഇങ്ങോട്ട് വാടാ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവളെ തൊടാൻ പോവാ. ഇവനിനി പുറം ലോകം കാണരുത്. ദാസേട്ടന്റെ ഒരു പരാതിയും കൂടി എഴുതി വാങ്ങിക്കണം. വാടാ. ദാസേട്ടനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല. എന്നാലും വിഷമിക്കരുത്, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളുണ്ട് കൂടെ. ചന്ദ്രപ്രതാപൻ വൃത്തിയിട്ടവനായിരുന്നു എന്ന് നിനക്ക് മുമ്പേ അറിയാമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. നീ ഒരു പാവം കൊച്ചിന്റെ ജീവിതം വെച്ചാ കളിച്ചത്. ഇപ്പോഴെങ്കിലും ഞാൻ നിനക്കൊരെണ്ണം തന്നില്ലെങ്കിൽ തൃച്ചംബരത്തെ ഗ്രഹനാഥൻ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ലാതായി പോകും. അതെ, എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയ. മേലാൽ നിന്റെ ഈ നെറികെട്ട നാവും കൊണ്ട് എന്നോട് സംസാരിക്കാൻ വന്നേക്കരുത്. നിന്നോടുള്ള എന്റെ സംസാരം ഇന്നത്തോടെ ഇവിടെ വച്ച് അവസാനിപ്പിക്കാൻ ഞാൻ. കല്യാണി, ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ചു നേരം പോയി ദേവിയെ തൊഴുതു നിൽക്ക്. നിന്റെ മനസ്സിന് അതൊരു ആശ്വാസമാവും. വി ആർ വെരി സോറി. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നതിന് പകരം രക്ഷപ്പെടുന്ന മുഹൂർത്തത്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ദയവ് ചെയ്ത് എല്ലാവരും ആഹാരം കഴിച്ചിട്ടേ മടങ്ങിപ്പോകാവൂ. കല്യാണി, നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് ദേവിയെ തൊഴുതു വരൂ. അപ്പോഴേക്കും ഞാനും കൃഷ്ണേട്ടന് പോയി ഗുരുജി ഒന്ന് കണ്ടിട്ട് വരാം. കൃഷ്ണേട്ടാ. മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതല്ലേ? എന്നിട്ടും എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ ഒരു വിധി വിധിക്കണേ? എന്റെ ജീവിതം വെച്ച് മാത്രം എന്തിനാ ഈ പരീക്ഷണം? ദേവിക്കറിയാലോ, എന്റെ മനസ്സ് ഏതെങ്കിലും ഒരു ഹാളിൽ വെച്ച് നടത്തിയ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കല്യാണം മുടങ്ങിപ്പോന്ന് ഭയന്നിട്ടാ ഞാൻ ഈ കല്യാണം ഇവിടുത്തെ സന്നിധിയിൽ വെച്ച് മതിയെന്ന് അഖില മേഡത്തിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചത്. ഇവിടെ വെച്ചാകുമ്പോ ഒരു തടസ്സവും വരാണ്ട് നീ കാക്കുമെന്ന് കരുതി. എന്നിട്ടും
എന്നിട്ടും എന്നെ ചതിക്കുകയായിരുന്നു. എന്ന് സങ്കടം ഉണ്ടായാലും ഈ കല്യാണി ഓടി വന്ന് പറയാറില്ലേ, അങ്ങനെയുള്ള എന്നോട് എന്തിനാ ഈ ചതി കാട്ടിയേ? പറയൂ ദേവി, എനിക്ക് കേൾക്കണം. തെറ്റ്. ദേവി നിന്നെ ചതിക്കുകയായിരുന്നില്ല കല്യാണി, മറിച്ച് കരുണ കാണിച്ച് ദേവി നിന്നെ രക്ഷിക്കുകയായിരുന്നു. നീ പറയാറില്ലേ, വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് നിന്റെ കൂടെ ഉള്ളതെന്ന്. ആ ദേവി നിന്നെ ചതിക്കില്ല ഒരിക്കലും. അന്ന് നീ വട്ടത്തിൽ പൂവിട്ട് നോക്കിയപ്പോഴേ ദേവി നിനക്ക് കാണിച്ചു തന്നതാ ഈ കല്യാണം നടക്കില്ലെന്ന്. അത് കേൾക്കാതെ സ്വയം വാശി കാണിച്ച് കല്യാണത്തിന് ഒരുങ്ങിയിട്ട് ഇപ്പം വെറുതെ എന്തിനാ ദേവിയെ പഴിക്കുന്നത്? കുട്ടിക്കാലത്ത് അമ്മമാര് വേണ്ടെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ ഈ കല്യാണ കാര്യത്തിലും നീ ദേവിയോട് പിടിവാശി കാണിക്കുകയായിരുന്നു. ചന്ദ്രൻ തികഞ്ഞ മദ്യപാനിയാണെന്ന് ദേവി നിന്റെ മുന്നിൽ തന്നെ കാണിച്ചു തന്നു. പക്ഷേ അപ്പോഴും നീ പിന്മാറാൻ തയ്യാറാവാതെ അവനെ മാറ്റിയെടുത്തുകൊള്ളാന്ന് ശാഠ്യം പിടിച്ചു. ഇന്നിപ്പോ ചന്ദ്രൻ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് വഞ്ചിച്ചതാണെന്ന് അറിഞ്ഞിട്ടുകൂടി നീ പിന്മാറാതെ അവനെ തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായി. അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിച്ച നിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നിന്നെ അങ്ങനൊരു നരകത്തിലേക്ക് തള്ളിവിടാൻ നീ ദിവസവും കൈകൂപ്പി പ്രാർത്ഥിക്കാറുള്ള നിന്റെ ഈ ദേവി തയ്യാറായില്ല. അതാണിപ്പം നടന്നിരിക്കുന്ന സത്യം. നല്ലതേതാ ചീത്ത ഏതാന്ന് ദേവിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മാത്രമാ ഈ കല്യാണം മുടങ്ങിയത്. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കിക്കോ, ഞാനും നീയും ഒന്നാവണമെന്നാ ദേവിയുടെ ആഗ്രഹം. അതാ ദൈവനിശ്ചയവും. അത് തിരുത്തി എഴുതാൻ നീ പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല കല്യാണി. നടക്കില്ലത്. നടക്കും വല്യൂഞ്ഞെ, നടക്കും. നടന്നേ പറ്റൂ. നമ്മൾ തമ്മിലുള്ള കല്യാണമാ നടക്കാൻ പാടില്ലാത്തത്. അതിനെ ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നതും. ദേവിക്കും അത് മനസ്സിലാവും. എന്ത് മനസ്സിലാവാൻ? നോക്ക് കല്യാണി, ദൈവങ്ങളെ സാക്ഷി നിർത്തിയാ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയത്. അതേ ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ വീണ്ടും പറയുക, ഈ ലോകത്ത് എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ തന്നെയായിരിക്കും. നീ മാത്രം.